സാറ്, ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ സ്കൂൾ തലത്തിൽ സൂംബ ഡാൻസ് അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനാണ് സർക്കാർ തീരുമാനം. അതിനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. എന്നാൽ ഒരു വിഭാഗം ഇതിനെ മതപരമായ വിലക്കുകളുടെ ഒരു മേലങ്കി അണിയിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മതവിശ്വാസത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. അതായത് ആൺ പെൺ കലർന്ന് അല്പവസ്ത്രം ധരിച്ച് സൂംബ ഡാൻസ് കളിച്ചാൽ അതിനെ അംഗീകരിക്കില്ല എന്നാണ് അവരുടെ നിലപാട്. ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അല്ല, നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഇടപെടലുകൾക്ക് സാധ്യതയുള്ളൊരു പ്രദേശമാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ രൂപപ്പെട്ടു വന്ന അങ്ങനെയാണ്. ആ വിദ്യാഭ്യാസ സാധ്യതകളാണ് നമ്മുടെ വികാസത്തിൻ്റെ ഒരു അടിത്തറ എന്നത്. നമുക്ക് ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത്ര മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മികച്ചതാണ്. അതെ, ഉന്നത വിദ്യാഭ്യാസത്തിൽ നമുക്ക് ചില പോരായ്മകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ സാമാന്യ വിദ്യാഭ്യാസത്തിൽ നമുക്ക് വളരെ മികച്ച നേട്ടം മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിവിടെ അത്രമാത്രം ഡിഗ്രി ഹോൾഡേഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഉള്ള ഒരു സംസ്ഥാനമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു വികസന സൂചി എടുക്കുമ്പോൾ ഈ ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൻ്റെയും എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലത് വളരെ മികച്ചതാണ്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ആ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഈ മതവൽക്കരണത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ മേയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്, എന്നുവെച്ചാൽ എനിക്കൊന്ന് 1.5 വർഷമായി കാണാൻ നിൽക്കുക, നമ്മളുടെ സ്കൂളുകളിൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. എറണാകുളം ജില്ലയിൽ വളയഞ്ചിറങ്ങരയിലെ ഒരു സ്കൂളിലാണ് അത് കൂടുതൽ പോപ്പുലറായത് മാറിയത്. അതെ, അതിനെതിരെയും വലിയ പ്രതിഷേധമായിട്ട് മുസ്ലിം സംഘടനകൾ കടന്നു വരികയും അവർ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്തു. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി എന്നുള്ളതാണ്. കാരണം കുട്ടികൾ ഇടകലർന്നും അതേപോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെയും ഒക്കെ വളരുന്നതാണ് ശരി. കാരണം പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജെൻഡർ കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉയർന്നു വരികയും സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് സമത്വത്തിൻ്റെതായിട്ടുള്ളൊരു ലോകം വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഫീൽ അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവർ ഒരേപോലെ വളർന്നു വരണം. അതല്ലാണ്ട് പുരുഷാധിപത്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറാൻ പാടില്ല. പക്ഷേ നമ്മുടെ സമൂഹം പുരുഷാധിപത്യ സമൂഹമാണ്. എന്തെല്ലാം വികസനം നമ്മളുടെ മേഖലകളിലുണ്ടായാലും എന്തെല്ലാം പുരോഗതി ഉണ്ടായാലും ആത്യന്തികമായിട്ട് നമ്മളൊരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ആ പാട്രിയാർക്കി സൊസൈറ്റിയുടെ പാട്രിയാർക്കി എന്ന് പറയുന്നത് പൊളിക്കലാണ് യഥാർത്ഥത്തിൽ പുരോഗമന കാലത്തെ വലിയ ആവശ്യം എന്ന് പറയും. എന്നുവെച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങനെ വ്യത്യാസത്തിന് ആവശ്യമില്ല, അവർ ഒരേപോലെ ജീവിക്കേണ്ടവരാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. മറ്റേ മുൻകാലങ്ങളെക്കാൾ മികച്ച തോതിൽ അതിന് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സഹിക്കാൻ പറ്റാതെ നടക്കുന്ന ഈ വർഗീയവാദികൾ എന്ന് കൃത്യമായിട്ട് ഞാൻ അവരെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതമാമൂലികളുമായിട്ട് മനുഷ്യനെ കെട്ടിയിടാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, അവരാണ് ഇതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സൂംബ ഡാൻസിൻ്റെ കാര്യത്തിലും ആ പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കളിക്കളങ്ങൾ കുറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. കാരണം ഒരു സ്കൂളിൽ ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ട് അനുവദിച്ചാൽ പുതിയൊരു കെട്ടിടം പണി, ആ കെട്ടിടം പണിയാൽ ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും. അതെ, പഴയ കെട്ടിടം പൊളിക്കുകയില്ല. ഞാൻ വളരെ അത്ഭുതത്തോടെ എന്ത് ഒരു പൊളിക്കാത്തതെന്ന്, അതൊരു ഉപയോഗമില്ലാത്ത സാധനമായിട്ട് പിന്നെ അവിടെ നോക്കൂത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ ഓപ്പൺ സ്പേസ് കലാലയങ്ങളിൽ വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ കോളേജുകളിൽ ആ പ്രശ്നമില്ല, ശരിക്കും സ്കൂളുകളിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ഈ സർക്കാർ സ്കൂളുകളിലും അതേപോലെ എയ്ഡഡ് സ്കൂളുകളിലും, മറ്റ് സ്കൂളുകളിലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഈ ഓടിക്കളിക്കാനുള്ള സ്പേസാണ് ഇല്ലാത്തത്. നമ്മൾ പഴയ കാലത്തെ കളികളൊക്കെ ഉണ്ട്, കോട്ടകളി എന്നൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഒക്കെ ക്ലാസ് ഞങ്ങളത് വളരെയധികം ആസ്വദിച്ച് കളിച്ചിട്ടുള്ളത്. കിളിത്തിട്ട്, കോട്ടകളി, ഇത്തരം സംഭവങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയയില്ല, അവരങ്ങനത്തെ കളി കളിക്കാറുമില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ബ്രാൻഡഡ് കളികളായിട്ടുള്ള ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ വോളിബോളോ അത്തരത്തിലത് ഒതുങ്ങി എന്നുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ നമ്പർ കുറവാണെന്നുള്ളതാണ്. അതിൽ കളിക്കാനും പങ്കെടുക്കാനുമായിട്ട് വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. ഈ ക്ലിത്തെട്ടും കോട്ടകളി എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും എല്ലാ കക്ഷികളും അതിൻ്റെ അകത്ത് പങ്കാളികളാകുമായിരുന്നു. കാരണം അതിൻ്റെ കാര്യശേഷിയുടെ പ്രശ്നമില്ല. കാര്യശേഷി കുറഞ്ഞ എന്നുവെച്ചാൽ കായികശേഷി കുറഞ്ഞ ആൾക്കാർക്കും കൂടിയ ആൾക്കാർക്കും ഒക്കെ ഇതിനകത്ത് പങ്കാളികളായി പോകാം. പക്ഷേ നമ്മളീ പറഞ്ഞ ബ്രാൻഡഡ് സ്പോർട്സിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രൊഫഷണൽ ക്യാരക്ടറാണ്. അപ്പോൾ പ്രൊഫഷണൽ സ്പോർട്സ്മാൻ മാത്രമാണ് മിക്കവാറും അതിനകത്ത് പങ്കാളികളാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഒന്നും അനങ്ങാതിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പൊതുവേ അത് മാത്രമല്ല, പൊതുവെ സമൂഹത്തിന് മാത്രത്തിലുള്ള വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മളുടെ ആളുകളെല്ലാം ഭൂമിയിൽ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു തിരിച്ചടി, അതേപോലെ തന്നെ നമ്മൾ പുതിയ തരത്തിലുള്ള ജോലികളിലേക്ക് കടന്നുപോയത്, നമ്മളുടെ ലോകം എന്ന് പറയുന്നത് 4ാം വ്യവസായ വിപ്ലവത്തിൽ എത്തി നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുമൊക്കെയാണ് നമ്മളെ പ്രധാനമായിട്ട് നയിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഴയ തൊഴിലുകൾ ഒരുപാട് 40-50% തൊഴിലുകളത്തിൽ ഇല്ലാതാക്കി പുതിയ തൊഴിലുകൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ പുതിയ തൊഴിൽ മേഖലയിലേക്ക് ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഈ മെയ്യനങ്ങാത്തതായ തൊഴിലിടങ്ങളായിട്ട് മാറുന്നുണ്ട്. IT സെക്ടറിലൊക്കെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടാണ് ഈ ജിമ്മുകൾ. പഴയ കാലത്ത് ജിമ്മുകൾ ഉണ്ടായിരുന്നില്ല. അതെ. ഇപ്പോൾ വ്യാപകമായിട്ട് ജിമ്മുകൾ വരുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആരോഗ്യ കാര്യക്ഷമത നിലനിർത്തുക എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലെ പുരോഗമന സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജിമ്മുകളൊക്കെ വരും. ഇതുപോലെ ഇതിന് സമാനമായിട്ട് സ്കൂളുകളിൽ ഈ സൂംബ ഡാൻസ് പോലെയുള്ള എന്നുവെച്ചാൽ പാട്ടിന് അനുസരിച്ച് നൃത്തം ചെയ്യുന്നൊരു സംവിധാനം. തുണിയില്ലാതെ നൃത്തം ചെയ്യണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. തുണിയില്ലാതെ അത് ചെയ്യണം എന്ന് നമ്മളാരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിന് ആവശ്യമായിട്ടുള്ള യൂണിഫോമൊക്കെ ഇട്ട് കൃത്യമായി മാന്യമായ രീതിയിൽ ആ ഡാൻസിൽ പങ്കാളികളാകുകയും അവരുടെ കായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിനെന്തിനാണ് എതിർക്കുന്നത്? അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മതമൗലികവാദികൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്? അത് ഗവൺമെൻറ് ശക്തമായിട്ട് എതിർക്കണം, സമൂഹം എതിർക്കണം. മതമൗലികവാദികൾ ഇല്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെന്നും എല്ലാ കാലത്തും ഉണ്ടാകും. അവർ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായിരിക്കും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ അവരുടെ ഈ എതിർപ്പുകളെ മറികടന്ന് സമൂഹം മുന്നോട്ട് പോവുക. അത് മാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. ഇപ്പോഴേ ഇവരിപ്പോൾ പറയുന്നത് ആൺപെൺ കലർന്ന് ഇത് ചെയ്യുന്നതിലാണ് അവർക്ക് പ്രശ്നം, അല്പവസ്ത്രം ധരിക്കുന്നതിലാണ് പ്രശ്നം. അവരുദ്ദേശിക്കുന്നത് അവർ ഈ മുസ്ലിം സങ്കല്പത്തിലുള്ള ഒരു വേഷവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മുഖം മാത്രം മറച്ച് ഇങ്ങനെ നിൽക്കണം, അതായത് ശരീരം മൊത്തം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രം വേണമെന്നൊക്കെയാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വാദത്തിന് ഈ മുസ്ലിം വിശ്വാസപരമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ കുറേ മതപണ്ഡിതർ അടിച്ചേൽപ്പിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ വാസ്തവം? എന്താ? അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിലൊക്കെ പഴയ കാലത്ത് മുസ്ലിങ്ങളുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരുപാട് മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരൊന്നും മുഖം മറച്ച് നടന്നിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഈ മുസ്ലിം സമൂഹത്തെ അടിമപ്പെടുത്തി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള മതപണ്ഡിതന്മാരോ, അവർ പണ്ഡിതന്മാരെന്ന് വിളിക്കാതിരിക്കും എന്തെങ്കിലും ചെയ്യുക, എന്തായാലും മതവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും. എന്നുവെച്ചാൽ അവരുടെ ആധിപത്യം ഞങ്ങളുടെ കൈകളിലാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഈ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തി പഴയ കാലത്ത് പോലെ അടിമകളാക്കി വെക്കാനുമുള്ള ആഗ്രഹത്തിൻ്റെ പുതുരൂപങ്ങളാണ്. പഴയ കാലത്ത് ഒരു സ്കൂളിൽ പറഞ്ഞയക്കില്ലായിരുന്നു മുസ്ലിം കുട്ടികൾ, അറിയില്ലേ? പിന്നീട് അതിൽ തന്നെ പുരോഗമന വിഭാഗം എതിർക്കുകയും അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ തുറന്ന് ഇടപെടുകയും ഇന്നവർ വളരെ മികച്ച തോതിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ വരുന്ന കുട്ടികളെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പിടികൂടുന്നുണ്ട്. എന്നിട്ട് അവർ ഉപയോഗിച്ചാണ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മതമൗലികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് എതിർത്ത് തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അതൊന്നും ഒരു കാരണവശാലും ഒരു മുന്നോട്ട് സഞ്ചരിക്കുന്ന സമൂഹത്തിന് സ്വീകാര്യമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അതിനങ്ങനെ തന്നെ ഈ ആൺപെൺ ഇടകലരൽ എന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെ ഇടകലർന്നല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴുന്നുണ്ട് ഇടകലർന്ന് ജീവിച്ചിട്ട്. അപ്പോൾ ഇവർ ബോധപൂർവം ഈ മുസ്ലിം സ്ത്രീകളെ അവരെ അടിമകളാക്കി വെക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ മാറ്റാൻ ആഗ്രഹിക്കുകയും
ഇപ്പോൾ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല, എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തെ മുഴുവനും ശരിപ്പെടുത്താനായിട്ടുള്ള ഒരു പരിപാടിയുമായിട്ട് ഈ മതമൗലികവാദികൾ വരുമ്പോൾ നമ്മളതിനെ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതാണ്.